ഹലോ ഗായ്സ്, എല്ലാവർക്കും അപ്പു ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന റൈവൽസ് ആണ്. നമ്മൾ കുറേ നാളായ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പുത്തൻ അവതാർ മേടിച്ചു. അങ്ങനെയുണ്ട് ഈ പ്ലേ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ബാക്ക് പ്രിൻ്റ് ഒക്കെ ഉള്ളു, പാൻറ്റയിലും പ്രിൻ്റ് ഉണ്ട്. ഷൂ ഉണ്ട്, ഷൂ ഇട്ടിട്ട് ഇതിന് മൊത്തത്തോടെ 3 റോബക്സാണ്. നമുക്ക് 15 റോബക്സ് ഡൊണേറ്റ് ചെയ്ത് കിട്ടി. അതിൽ ടാക്സ് എല്ലാം ഉള്ളതുകൊണ്ട് 12 ആണ്. ഇപ്പം നമുക്ക് 6 റോബക്സ് കിട്ടി ഗൈസ്. ബാക്കി 3 റോബക്സ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 റോബക്സിന് ഞാൻ 3 റോബക്സിന് ഈ ഉടുപ്പും പാൻറ്റും ഇത് മേടിച്ചു ഗൈസ്, ഷൂ. ഈ 3 എണ്ണത്തിന് മൊത്തത്തോടാണ് ഗൈസ് 3 റോബക്സ്. പിന്നെ 3 റോബക്സ് ഉണ്ടായിരുന്നു. ഞാൻ പ്ലീസ് ഡൊണേറ്റ്, എനിക്ക് ഡൊണേഷൻ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത്. അപ്പോഴത്തേക്ക് ഒരുത്തൻ എന്നോട് ചുമ്മാ ഞാൻ ഈ അവതാർ മേടിച്ചതുകൊണ്ട് എൻ്റെ പുറകെ നടക്കുകയാണ് ഗൈസ്, പ്ലീസ് ഡൊണേറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവന് 1 റോബക്സ് കൊടുത്തു ഗൈസ്. അപ്പോൾ അവന് ഭയങ്കര കമ്മീഷൻ ഇതെന്നെ പ്രോണ് ഗൈസ്. വൈഫൊക്കെ ഇട്ട് നമ്മൾ എലി ഹക്കർ ഫോട്ടോ ഷൂട്ട് എന്തേലും ആണ്. എന്തെല്ലാം അടിയാണ് പുറയുന്നു വന്ന്. ചെയ്യുന്നുണ്ടേ. ഇഷ്ടമാണ് ഇങ്ങോട്ട് വരട്ടെ. ഡാഗേഴ്സ് ബോ എന്ത് നമ്മൾ റിവോൾവർ ഒക്കെ മേടിച്ചു. റിവോൾവർ കട്ടാന മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോ കാണിച്ചോണ്ട് തോന്നി കട്ടാന. 2 ആയി. ഞാൻ റിവോൾവർ തന്നെ ഉപയോഗിക്കാം ഗൈസ്. നമുക്ക് മണ്ടയ്ക്കോട് ചാടാൻ ഗൈസ്. മണ്ടയ്ക്ക് അവന് വരാൻ പറ്റത്തില്ലല്ലോ. മണ്ട വന്നു അതങ്ങനെ. അവനും ചാടാമല്ലോ. നല്ല പിന്നെ നമ്മളും അങ്ങനെ പേടി വെച്ച്. റിവോൾവർ കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളിയാണ് ഗൈസ്. ഹെഡ് ഷോട്ട് ഗൈസ്, ഹെഡ് ഷോട്ട് ഗൈസ്. നമുക്ക് പുതിയൊരു റിമോട്ട് കിട്ടി ഗൈസ്. അവനെ കൊന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇട്ട് കാണിക്കാം ഗൈസ്. അല്ല അവന് വാശി കയറി നമ്മൾ കൊന്നാൽ. അത് ഹെഡ് ഷോട്ടായിരുന്നു ഗൈസ്. ഇവൻ ഓട്ടോ ഷൂട്ടല്ലേ ഗൈസ്. നിങ്ങൾ ഓട്ടോ ഷൂട്ടാണോ അല്ലയോ ഗൈസ്? അവനോ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൻ്റെ വെടി വന്നു ഗൈസ്. അപ്പോൾ ഓട്ടോ ഷൂട്ടായിരിക്കും ഗൈസ്. കാണുന്നില്ല. എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമ്മൾ തോറ്റു ഗൈസ്. 72 ലെവലുള്ളതിൻ്റെ അടുത്ത് തോറ്റ്. നമ്മളാണ് 81. നാണമില്ലാത്ത നമ്മൾ. അല്ല പിന്നെ ഹെഡ് ഷോട്ട് ഗൈസ്. പക്ഷെ നമ്മൾ കളി നോക്കും, അത് വേറെ കാര്യം. സഡണ്ട് അയ്യോ 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 സാധനങ്ങളുണ്ട് ഇല്ലേ? എവിടെ പറ്റിയില്ല. അടുത്ത 50 കളി വെച്ച്. യെസ് ഇമോട്ടിടാൻ പറ്റിയില്ല ഗൈസ്. എന്താ പരിപാടിയാണ് ഗൈസ്. നല്ല വെപ്പാന്നല്ല മേടിക്കാൻ പറ്റും. 20 ഇവിടെ മൊത്തം പിന്നെ ഭയങ്കര വില. നമ്മളെക്കൊണ്ട് കിട്ടുന്നില്ല. നമുക്ക് 5 ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റായിട്ട് കഴിഞ്ഞ ടാക്കോ ട്യൂസ്ഡേ ആണ് ഗൈസ് നമ്മൾ ഇട്ടത്. സ്റ്റീലർ ഫ്രണ്ട് ഇട്ട് ഈ ടാക്കോ ട്യൂസ്ഡേ കളിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതായിപ്പോയി ഗൈസ്, ലേറ്റായിപ്പോയി.
ഞാൻ മറന്നും കൂടെ പോയി. രാത്രി കിടന്നപ്പം മറന്നുപോയി. പിന്നെ വെളുപ്പിനെ എങ്ങാണ്ട് അറിയാതെ എഴുന്നേറ്റ് 4 മണിക്ക്. അപ്പോഴാണ് ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ലേറ്റ് ആയില്ല കയറണമെന്ന് വിചാരിച്ചു. അതാണ് പറ്റിയത്. 9 പേരെ ഉള്ളു. 9 പേരെ ഉള്ളു. അപ്പം ഡ്യുവൽ ക്യാൻസൽ. അല്ല ഏതെങ്കിലും ഒരു ടീമിൽ 4 പേര്. ഞങ്ങളുടെ ടീമിലാണ് 4. അതെന്തോ പരിപാടി. എനിക്ക് മ്യൂസിയം കളിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പം 5v4 എന്ന് വേണം പറയാൻ. 5v4 ആയതുകൊണ്ട് ഞാൻ കളിക്കുന്നില്ല. അപ്പോൾ മൊത്തം പ്രോ അല്ല, കുഴപ്പമില്ല. നമ്മൾ സ്നൈപ്പർ ഒന്ന് ഉപയോഗിക്കുന്നതെന്ന് അവന്മാരറിയാൻ പാടില്ല. എപ്പോഴും അവന്മാർ ഇവിടെ വരുന്നു. അപ്പം ഞാൻ അവിടെ പോയി ഇന്ന് സ്കോപ്പ് ഇട്ടിട്ടില്ല. ഈ കളി മാത്രം അവന്മാർ വന്നില്ല. എന്തുകൊണ്ട് അതാണ്ട് ഷോട്ട് അല്ല, നമ്മളോടാണ് കളി. നമ്മൾ രണ്ടുപേരുടെ റേസ്. നമ്മൾ ഡബിൾ ഹെഡ്ഷോട്ട്, ഡബിൾ ബുൾസൈ പോലെ നമ്മൾ ഡബിൾ ഹെഡ്ഷോട്ട്. ഓടിക്കോടാ. അല്ല പിന്നെ ഹെഡ്ഷോട്ട് ഗൈസ്. ഇപ്പം 4-4 കളി കറക്റ്റായി. 4-4. ഞാനാണ് ടോപ്പ് 700. ബാക്കിയുള്ളവന്മാരെല്ലാവരും താഴെ ഗൈസ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മളിച്ചിരി പ്രോ ആണ്. അയ്യോ താഴെ ജസ്റ്റ് മിസ്. ഇനി ഒരു 7 ലെവലിലുള്ള ഒരുത്തനും കൂടെ ഉണ്ട്. നിങ്ങൾ ഡാക്കിയ ക്രിയേറ്റ് ചെയ്സ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എൻ്റെ ടീമേറ്റ് എല്ലാം കത്ത് 1v1. അതാണല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പം ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്നും ചാടാൻ പറ്റത്തില്ല. ഭയങ്കര ഹൈറ്റ് ആക്കിയ അവന്മാർ കടല്ലേ. നമ്മൾ മിക്കവാറും തോക്കും കഴിച്ചു. തോക്കാനാണ് സാധ്യത. എന്ത് ചെയ്യാൻ കഴിച്ചാണ് എന്താണ് അവനെ ഒളിച്ചിരുന്ന്. അവന് ഇച്ചിരി ഹെൽത്ത് കൂടുതലാണ്. ഈ കളി നമ്മൾ ജയിക്കുന്നത് 1000 ഡാമേജ്. നമ്മൾ അവനെ ആദ്യം കൊല്ലണം ഗൈസ് എങ്ങനെയെങ്കിലും. അവനല്ല എന്നാലും പറ്റില്ല. എല്ലാവന്മാരും എന്തുവായിരുന്നത്. 2 പേരോടെ ഉള്ളു ബാക്കി. 7 ലെവലുള്ളവൻ ഡെഡായി. നമ്മളിങ്ങനെ ഉള്ളു. ഇനി ഒരു 53 ലെവലുള്ളൊക്കെ നമ്മുടെ ടീമേറ്റിനെ എലിമിനേറ്റ് ആക്കി. നമ്മുടെ ടീമേറ്റ് എവിടെ നിന്നേ? ഇങ്ങനെയാണ് അവനെ കണ്ടുപിടിക്കുന്നത്. അയ്യോ കൊണ്ടില്ല. ജസ്റ്റ് കൊല്ലടാ. ഇങ്ങനെ കളിക്കുന്നേ തോറ്റി. എന്താണ് ഇത്? അപ്പോൾ എൻ്റെ ടീമിൽ ആർക്കും കളിക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. 3 പേര് ലെഫ്റ്റ്. 4v1. 3 ബാക്ക് അടിക്കും. അവനോട് പറയും അവനും കൂടെ ബാക്ക് അടിക്കട്ടെ.
റോക്കി ബായ് എന്ന് തോന്നുന്നു. ഒറ്റയ്ക്കാണെന്ന് ഞാൻ തന്നെ ടോപ്പ്. കുഴപ്പമില്ല. കളി ചേച്ചി അവനോട് ഇറങ്ങി പോകാനുള്ളതിന് എന്തായാലും അവൻ ഈ കളി തോക്കും. ഉറപ്പാണ് ഈ കളി തോക്കും. എന്ന് നമ്മൾ ചുമ്മാ അങ്ങനെ ഒരു കുഞ്ഞാനും കൊണ്ടാലും അടിപൊളിയായിരിക്കും. അവൻ അവിടെ എവിടെ ഉണ്ട്. നമ്മുടെ ഒരു ടീമേറ്റ് ഡെഡായി. എൻ്റെ ടീമേറ്റിനെ കൊല്ലുന്നോടാ. അയ്യോ അല്ല അത്ര സീനേ ഉള്ളൂ. നമ്മൾ സീനാണ്. ഇമോട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. കാണിക്കണമെന്നുണ്ട്. അവൻ ലീവ് അടിച്ചു. നമ്മളാണ് ഈ സ്റ്റോപ്പ്. നമ്മളാണ് നടുക്ക് വരാൻ പോകുന്നത്. അതെ ഇത് അടിപൊളിയാണ്. സൂപ്പർ. 5 ഭയങ്കര ചാർജ് കുറഞ്ഞു. ചാർജ് ഒട്ടുമില്ല. നമുക്ക് 2 ഡ്യൂവല് കളിക്കാം. 2 ബാക്ക് അടിക്കാം. കുഴപ്പമില്ല. കീസ് കിട്ടും. കുഴപ്പമില്ല. നമുക്ക് ബാക്ക് അടിക്കാം. വിൻസ്റ്റേക്ക് ഒന്നും ഇപ്പോൾ ഒന്നുമല്ല. കാരണം നമ്മൾ 40 വിൻസ്റ്റേക്ക് പോയി. പിന്നെ എനിക്ക് വിൻസ്റ്റേക്കിലോട്ടേ ഒരു നോട്ടവേ ഇല്ല. അതുകൊണ്ട് നമ്മൾ പോയി 2 കളി കളിച്ചിട്ട് നമ്മൾ ബാക്ക് അടിക്കണം. ഇവിടെ പെട്ടെന്ന് ചാർജ് ഇല്ലടാ. ആരാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ കളിക്കുന്നില്ല. നമുക്ക് വിട്ടുവരും. ഏത് മാപ്പിലാണെങ്കിലും ആയിക്കോട്ടെ. ചെസ് ഉണ്ട്. ഇവനേതാ എടുത്തേക്കുന്നത്? ചെസ്. മോനെ ടാറ്റ ബൈ ബൈ. അല്ലെ ഞാൻ മൊത്തം റെഡാകും. ഞാൻ മൊത്തം ഇവിടെ നിന്ന് ചാടിയേക്കാം. അപ്പം പെട്ടെന്ന് കഴിയും. ബൈ ബൈ. അവന് ഇവിടെ നിന്ന് വരുന്നേ പ്ലീസ്. കുഴപ്പമില്ല. നമുക്ക് ചാടിച്ചാകാം. ചാടിച്ചാകാം പ്ലീസ്. വിങ് ഇതിൻ്റെ ഡൈസ്. വിചാരിക്കും നമ്മൾ മണ്ടരാകും. നമുക്ക് പെട്ടെന്ന് ചാടിച്ചാക്കാം. നമ്മൾ ഡെഡാകുവാണ് ഗീസ്. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അവിടെ സ്നൈപ്പറും വെച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിചാരിക്കും നമ്മൾ ലാസ്റ്റ് റൗണ്ട് കയറി വരാനുള്ള പരിപാടിയാണ്. അതും അല്ലടാ മോനെ. ഞാൻ പോവുകയാണ്. ബൈ ബൈ. മാപ്പ് വിട്ട് ഞാൻ പോയി. പെട്ടെന്ന് നേരട്ടെ. ഓടാ മോനെ. നിന്നെ അങ്ങ് ജയിപ്പിച്ച് വന്നേക്കാം. ചാകാൻ പറ്റുന്ന മാപ്പ് വേണം. കൺസ്ട്രക്ഷൻ. പെട്ടെന്ന് ചാകാം. കൺസ്ട്രക്ഷൻ. ഡോഗ്സിൽ ഡെഡാകാൻ പറ്റുമോ? പറ്റും. മറ്റേ വാർണിങ്ങിൻ്റെ അവിടെ നമുക്ക് ഗ്രനേഡ് ഇട്ട് ചാടാം. ഡെഡാ പറ്റുന്നില്ല. ചാടറ. ഓടറ. ഓക്കെ. ഇല്ല പറ്റത്തില്ല. കൊല്ലാവോ ഒന്ന്? ഇവിടെ പോകണ വെള്ളത്തിൽ ചാടായിരുന്നു. കറക്റ്റ് അവിടെ. എത്രണ്ട് ചാർജ്? 4. അടിപൊളി. ബൈ ബൈ. നമ്മൾ വിട്ടെടുക്കണം. നമ്മളൊരു ഗണ്ണ് പഠിക്കണം. അതിനു വേണ്ടിയാണ് ഡെഡാവുന്നത്. ഇവനും വിചാരിക്കും ലാസ്റ്റ് റൗണ്ട് കയറി വരാനാണ്. പക്ഷെ അതുമല്ല. ഞാൻ അങ്ങോട്ട് പോകും. എന്താണ് അതെല്ലാം പറയാണ്ടോ? അല്ല പിന്നെ അത്ര സീനേ ഉള്ളൂ. നമ്മൾ ഡെഡാവും. ഇവൻ ആരോടാ പറയുന്നത്? നമുക്ക് സോറി പറയാം. ഓക്കെ. കൊയ് ഐ നീഡ് കീസ് എന്ന് പറയാം. ഐ നീഡ് കീസ്. സോറി.
പാവമാണ്. നമുക്ക് തോക്കെടുക്കാം. ഓപ്പൺ പെട്ടെന്ന്. സൂപ്പർ ഇട്ടേക്കാം. നമുക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. നമ്മളപ്പം എന്ത് മേടിക്കും? നമുക്ക് ജ്യൂസ് വേണം. ഷോർട്ട് ശതമാനമുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ് നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് നമ്മളടുത്ത് ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ പ്ലേ വിത്ത് മീ സുഷി എന്നങ്ങനെയാണ് യൂസർ നെയിം. ഇപ്പം ചാർജില്ലാത്തതാണ് സ്പീഡിൽ പറയുന്നത്. ബ്രോ ഭയങ്കര താങ്ക് യു. ഉറപ്പായിട്ട് ഞാൻ റിക്വസ്റ്റ് ഇട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കളിക്കാം ഗൈസ് ഓൺലൈനിലുള്ളപ്പോൾ റൈവൽസ്. ഗൈസ് അപ്പം എല്ലാവർക്കും ബൈ. നമ്മൾ ഷോർട്ടിയൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ പുതിയ ചാനൽ അപ്പൂസ് ഫിഷേഴ്സ്. അതിനകത്ത് ഫേസ് റിവ്യൂലൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല ഗൈസ്. അതിനകത്ത് തന്നെ മെയിൻ്റെ ഒക്കെയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.